അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ്, അതായത് ട്രേഡ് ടോക്സുമായി ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ എത്തി. അവർ ടോക്സ് നടക്കുകയാണ്. അതിനിടയ്ക്ക് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞു വളരെ പോസിറ്റീവാണ്. അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ ട്രേഡ് ടോക്സ് നടത്തുന്ന സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസും പറഞ്ഞു പഴയ പോലെയല്ല, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ട്രേഡ് ഡീല് ക്ലോസ് ചെയ്യും. അതായത് ഇന്ത്യക്കെതിരെ പ്യൂണിറ്ററി ടാരിഫും അതേപോലെ തന്നെ റെസിപ്രോക്കൽ ടാരിഫും ഏകദേശം കുറച്ച് വന്ന് ഏകദേശം 10, 12 അല്ലെങ്കിൽ 13 അതിൻ്റെ അകത്ത് നിർത്തും. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഫാം പ്രോഡക്ട്സിൻ്റെ ചില കാര്യങ്ങൾ ഇന്ത്യയിൽ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം. മോദി ഗവൺമെൻറ് നേരത്തെ പറഞ്ഞത് തുറന്നു കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കൻ ടീം, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തു. ടഫായിരുന്നു സംഭവം. അതിനു മുമ്പ് വളരെ മൈൽഡായിട്ട് ഇന്ത്യയുടെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറും ട്രംപും മോദിയും തമ്മിലുള്ള അടിയും പ്രശ്നമൊക്കെ ഇതെല്ലാം മാറ്റി വളരെ ടഫായി അമേരിക്കൻ ഡിമാൻഡുകൾ ഏകദേശം 100% അംഗീകരിച്ചു. ഞാനതാ പറയുന്നത്, 90 അല്ല, അമേരിക്കൻ ഡിമാൻഡ് 100% അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് ഡീല് സൈൻ ചെയ്യാൻ പോകുന്നത്. വളരെ വ്യക്തമായി കിട്ടിയ ഇൻഫർമേഷനാണ്. ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് നിങ്ങളോട് ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഓണസ്റ്റി ആയിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ കൺവിക്ഷൻ, അതെങ്ങനെയാണ് നടക്കുന്നത്, അത് എന്തുകൊണ്ട് നടന്നില്ല, എങ്ങനെ നടക്കും, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടൊക്കെയാണ് റോഡ് ബ്ലോക്സ്, ഇത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ, ഫൈൻ, പക്ഷേ എന്നെക്കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം തെറ്റാണ്, ശരിയാണ്. ഞാൻ ആദ്യം മുതലേ പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയി. അത് ഇന്ത്യയെ ബാക്ക്ലാഷ് ഉണ്ടാക്കി, അത് ഇന്ത്യയെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതും ഈ ട്രേഡ് ഡീലിൽ ഡിസ്കഷൻ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ട്രേഡ് ഡീൽ നീട്ടിക്കൊണ്ട് പോയത്.